അവധി ദിവസവും നല്ല കാലാവസ്ഥയും. ജോൺസൺ മാഷും കട്ടൻ ചായയും എന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഇന്ന് നമുക്ക് ചെടികൾക്കിടയിലേക്ക് ഇറങ്ങാം. നമ്മുടെ കോളിയാസൊക്കെ നമ്മൾ മുറിച്ച് വിട്ടതൊക്കെ നല്ല ഉഷാറായി നിൽപ്പുണ്ടേ. പൂന്തോട്ടത്തിലേക്ക് ഇന്ന് മഴയില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് അതിഥികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ കോളിയാസുകളെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കളർഫുള്ളായി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മൾ മാറ്റി നട്ടിട്ട് എത്ര പെട്ടെന്നാണ് ഇവരൊക്കെ വലുതായി എന്നറിയാവോ. ഇതിനെ ഞാനൊരു ട്രീ രൂപയാണ് മാറ്റിയെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരു യൂട്യൂബിൽ കണ്ടിട്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാനതിനെ മുറിക്കാണ്ട് വിട്ടേക്കുന്നതാണ്. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങി നട്ട വിങ്കാ റോസ് ഇതുവരെ പൂ വിരിഞ്ഞില്ല. ഏത് കളറാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആകാംക്ഷയിലാണ്. ഒരു 3-4 ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പൂക്കൾ വരും. നമ്മുടെ മീൻകുട്ടപ്പന്മാരൊക്കെ നല്ല സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. മഴയും വെയിലും എല്ലാം മാറി മാറി വരുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇതാ പൂമ്പാറ്റ തേനും കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടപ്പോൾ നിങ്ങളെയും കൂടി ഇത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്താണേ. ഇന്നത്തെ പണിയിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ബിരിയാണി പാത്രത്തിൽ നട്ട 10 മണിച്ചെടികളൊക്കെ മാറ്റി വെച്ചിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി പണിയും കൂടെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴേ അച്ഛനോട് പറഞ്ഞതാണ് ചെടിച്ചട്ടിയൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കോ, അല്ലെങ്കിൽ മതിലാകെ നാശമാകുമെന്ന്. അപ്പം ഞാനത് കേട്ടില്ല. പക്ഷേ ഇപ്പം മതിലൊക്കെ ആകെ നാശമായിട്ടുണ്ട്. ഇതെല്ലാം 10 മണി പൂ വിരിഞ്ഞ് വീണ് കിടന്ന് ചീഞ്ഞിട്ടാണ് ആ കറിയെല്ലാം ആയത്. പിന്നെ അതിൻ്റെ ചുവട്ടിലെ മണ്ണും എല്ലാം ഒലിച്ചിറങ്ങി ആകെ നാശമായിട്ടുണ്ട്. ഇനി അത് കഴിയാൻ വൃത്തിയാവുന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മുടെ ചെടികളെയൊക്കെ ഞാൻ താഴെ ഇറക്കി വെച്ചു. ഇത്രയും ചെടികൾ എൻ്റെ മണ്ടയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഇതിനെല്ലാം ഞാൻ ഇനി എവിടെ കൊണ്ട് വെക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നന്നായി പ്രൂൺ ചെയ്ത ശേഷം നമുക്ക് ഇവരെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇവരെ വേനൽക്കാലത്തേ ആവശ്യമുള്ളൂ. മഴക്കാലത്ത് 10 മണികൾ അധികം പൂവിടില്ല. 1-2 റെയറായി പൂ വിരിഞ്ഞാലേ ഉള്ളൂ. നശിച്ചു പോകാനാണ് സാധ്യത കൂടുതൽ. ഇപ്പം എന്താണെങ്കിലും വേനൽക്കാലത്തേക്ക് നമുക്ക് ഇവരെ സേഫായിട്ട് വെക്കുന്നത് തന്നെയാണ് നല്ലത്. അതേപോലെ വേനൽക്കാലത്ത് എല്ലാം ഉണങ്ങി കരിഞ്ഞ് നിൽക്കുമ്പം ചൂട് കാലത്ത് ചെടികളൊക്കെ നിറഞ്ഞ് ബുഷിയായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നല്ല സന്തോഷമാണ്. പക്ഷെ മഴക്കാലത്തെല്ലാം ഇരുണ്ടടച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ ചെടികൾ നിറഞ്ഞ് നിൽക്കുമ്പോൾ കാണുമ്പോൾ എന്തോ ഇറിറ്റേഷൻ കൂടിയാണ്. അപ്പോൾ അവരെല്ലാം വെട്ടി നിർത്തി കുഞ്ഞാക്കി നിർത്തുന്നത് കാണുമ്പോഴാണ് ഒരു രസം. ഇത്രയും ചട്ടികളിൽ 10 മണി ഉണ്ടായിരുന്നുള്ളത് എല്ലാം കൂടി ഇപ്പോൾ അടുത്ത് വെച്ചപ്പോഴാണ് മനസ്സിലായത്. ഒരുപാട് കട്ടിങ്സ് ഉണ്ടായിരുന്നേ. ഇപ്പോൾ ഒന്നും ഞാൻ നടുന്നില്ല. എല്ലാം ഇനി മഴ കഴിഞ്ഞ് വേനൽക്കാലം തുടങ്ങുന്ന സമയത്തേ ഇനി നടുന്നുള്ളൂ. ഇപ്പം നട്ടിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും മഴയത്ത് കിളിർക്കും, പക്ഷേ ചീഞ്ഞു പോവും, പൂ ഉണ്ടാവുകയില്ല. വേഗം ഇതൊക്കെ 10 മണിയൊക്കെ നട്ട് പൂ ഉണ്ടാകാൻ വേണ്ടി 1-2 ആഴ്ച സമയം മതി കേട്ടോ. അപ്പോൾ ഈ കട്ടിങ്സ് എല്ലാം ഞാൻ കളയുകയാണ്. പറമ്പിലേക്ക് ഇടുന്നുണ്ട്. അവിടെ കിളുക്കുവാണെങ്കിൽ അവിടെ കിടന്ന് കിളുത്തോട്ടെ എന്ന് വിചാരിച്ചു. 10 മണീൻ്റെ കട്ടിങ്സിന് ഓൺലൈനിൽ നല്ല വിലയുണ്ടല്ലോ, 10, 20, 30, 40 അപ്പം ഞാനത് കളയാൻ നേരം ഓർത്തു എത്ര രൂപയുടെ കട്ടിങ്സാണ് ഞാനത് കളയുന്നതെന്ന്. പക്ഷെ നമുക്ക് അതിന് വെച്ചുകൊണ്ട് നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ 10 മണീൻ്റെ ചട്ടികളൊക്കെ ഞാൻ മഴ നനയാത്ത, മഴ കൊള്ളും പക്ഷെ ഡയറക്റ്റായിട്ട് മഴവെള്ളം കൊള്ളാത്ത സ്ഥലത്തേക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മതിൽ ഏകദേശം ഈ പരുവാണ്. ഇനി നന്നായി ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കുറേ അഴുക്കെല്ലാം പോയേക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാം എടുത്തു മാറ്റിയപ്പം അവിടെ ഒരു ശൂന്യത തോന്നുന്നുണ്ടെങ്കിലും മഴക്കാലത്ത് കുറച്ചൊരു വെളിച്ചം കാണുമ്പം ഒരാശ്വാസം തോന്നുന്നുണ്ടേ. പിന്നെ കുറച്ച് ചെടികൾ ഞാൻ സൺഷെയ്ഡിൻ്റെ അങ്ങേടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് മഴ കൊള്ളില്ലെങ്കിലും മഴച്ചാറ്റിൽ കിട്ടും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.